അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള കുനാഫയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോണേ. വളരെ ഈസിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വെർമിസെല്ലി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സേമിയം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഒരു പാക്കറ്റ് വെർമിസെല്ലി, നല്ല നേരത്തെ വെർമിസെല്ലി 150 ഗ്രാമിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി ഈ വെർമിസെല്ലീസ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. അടുത്തതായിട്ട് നമ്മളൊരു പാൻ വെക്കുക. അതിലോട്ട് നമ്മളുടെ വെർമിസെല്ലീസ് മൊത്തം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ചൂടാവുന്നത് വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. നല്ലോണം വറുത്തെടുക്കുക. ഓൾറെഡി ഇത് വറുത്തതാണ്. ഒന്നും കൂടെ ഒന്ന് ക്രഞ്ചി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഈ വറുത്ത് വെച്ച വെർമിസെല്ലിയിലോട്ട് 2 ടേബിൾ സ്പൂണ് പശു നെയ്യ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഈ നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1 കപ്പ് ഷുഗർ എടുത്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് പകുതി ആഡ് ചെയ്ത് കൊടുക്കുക. പകുതി ഷുഗർ നമുക്കിനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് എടുക്കണം. അതുകൊണ്ട് ഹാഫ് പോർഷൻ മാത്രമേ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മളുടെ ഈ മിക്സ്ചറിലൊക്കെ ആഡ് ചെയ്യുന്ന കടലയുണ്ടല്ലോ, നിലക്കടല, അത് നല്ലോണം വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് ക്രഷ് ചെയ്തിട്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കാഷ്യൂസാണ്. കാഷ്യൂസ് നല്ലോണം ക്രഷ് ചെയ്തിട്ട്, പൊടിച്ചിട്ടില്ല, ക്രഷ് ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് ആ ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള വെർമിസെല്ലിയിൽ നിന്ന് ഹാഫ് പോർഷൻ എടുത്തിട്ട് നമ്മൾ ഏത് ബൗളിലാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് നിരത്തി വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു മിക്സ്ചർ ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിനി ഹാഫ് പോർഷൻ അവിടെ മാറ്റി വെക്കുന്നത്. ഹാഫ് പോർഷൻ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാനായി ഒരു സ്റ്റീലിൻ്റെ ബൗളെടുക്കുക. അതിലോട്ട് 2 കപ്പ് പാല് നല്ല കട്ടിയുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഇനി പാലിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 2 കപ്പ് പാലിന് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നുള്ളതാണ് മെഷർമെൻറ്റ്. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാതെ ഇളക്കി കുറുക്കിയെടുക്കണം. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെർമിസെല്ലിയുടെ മിക്സിൻ്റെ മുകളിലോട്ട് നിരത്തി വെച്ച് കൊടുക്കണം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഹാഫ് പോർഷൻ
വെർമിസെല്ലി മിക്സ് അത് നമ്മളിതിൻ്റെ മുകളിലായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. ചൂട് ആറുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് പെട്ടെന്ന് തണുത്ത് അത് സെറ്റായി പോവും. അതിൻ്റെ മുന്നേ നമ്മളത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യുക. അതിനായിട്ട് പിസ്ത ക്രഷ് ചെയ്തെടുക്കുക, എന്നിട്ട് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുനാഫയുടെ മുകളിലായിട്ട് ഫുള്ളും നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു ലെവലാട്ടോ. പിസ്തയുടെയും നട്ട്സിൻ്റെയും പിന്നെ വെർമിസെല്ലി ഫ്രൈ ചെയ്തതിൻ്റെയും നടുവിലത്തെ ഫില്ലിങ്ങും എല്ലാം കൂടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു അറബിക് സ്വീറ്റ് നോർമലി കഴിക്കുന്ന കുനാഫേനേക്കാളും ടേസ്റ്റാണ് വെർമിസെല്ലിയുടെ കുനാഫ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിത് നിർത്തില്ല ഉണ്ടാക്കൽ. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി കുനാഫ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു ലേറ്റർ.